ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ കിടക്കുന്നത് പുരുഷന്മാരിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും ചികിത്സ എടുക്കുന്നതും സ്ത്രീകളാണ്. അത് പുരുഷന്മാർക്ക് അറിയാം. പലപ്പോഴും ഒന്ന് ആശുപത്രി കയറിയാൽ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഉള്ളതെല്ലാം ടെസ്റ്റ് ചെയ്തേച്ച് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കും. പിന്നെ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, മദ്യപിക്കാൻ പറ്റത്തില്ല, പുകവലിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, പല റെസ്ട്രിക്ഷൻസ് വരും. ഇങ്ങനെ എല്ലാത്തിനും പല പല കാരണങ്ങൾ. പിന്നെ പലപ്പോഴും പല പുരുഷന്മാർക്കും ഭയങ്കര പേടിയാണ്. അയ്യോ ഇനി എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്നൊരു ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഇവർ പലപ്പോഴും ഈ ചികിത്സ എടുക്കത്തില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊന്നും നോക്കത്തില്ല. ചിലർ ഭൂരിഭാഗം ടെസ്റ്റുകളെല്ലാം ചെയ്യും, എന്നിട്ട് എന്താ പറയുക, ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അവർക്ക് ഭയങ്കര പേടിയാണ് ഈ കാര്യത്തിനെക്കുറിച്ച്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്നത് പുരുഷന്മാരിലാണ്. നമ്മളൊരു ആശുപത്രിയിൽ ഏത് ആശുപത്രി എടുത്ത് നോക്കിയാലും അതിനകത്തൊരു 70% സ്ത്രീകളാണ് ചികിത്സ എടുക്കുന്നത്. പുരുഷന്മാർ കാണും, പക്ഷേ അവരെ കൊണ്ടുവരുന്നവരായിരിക്കും, കൺസൾട്ടേഷൻ ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും കൊണ്ടുവരുന്നവരായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം പലപ്പോഴും ഞാൻ കണ്ടേക്കുന്നതിനകത്ത് ഇപ്പം ഭാര്യയും ഭർത്താവായിട്ട് എങ്ങനെ കൊല്ലങ്ങളോളം നമ്മുടെ അടുത്ത് വരും, ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ സുഖമാണ്, പിന്നെ ഇടയ്ക്ക് ഒമേഗ 3 വാങ്ങിച്ചുകൊണ്ട് പോകും, പല സപ്ലിമെൻറ്റുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും, ഇടയ്ക്ക് വന്ന് സംസാരിക്കും. അങ്ങനെ അപ്പം പലപ്പോഴും കുറച്ച് കഴിയുമ്പോഴത്തേനും അവിടെ അമ്മമാരാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവാണെങ്കിൽ ഭാര്യയാണ് വരുന്നത്. ഭർത്താവ് എന്ത് എന്ന് പറയുമ്പോൾ മരിച്ചുപോയി, അറ്റാക്കായിരുന്നു, ഉറക്കത്തിലായിരുന്നു, ഉരുണ്ട് വീണു, അങ്ങനത്തെ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരികയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടെ ഓടി നടന്നിരുന്ന ആളാണ് ഭർത്താവ്, പക്ഷേ പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്ന ഭർത്താവിനാണ്. അപ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് ഏത് ഫുഡ് പറ്റും, ഏത് പറ്റത്തില്ല, ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് വേണ്ടത്. പലപ്പോഴും അവസാനം വരെ കടന്നിങ്ങനെ കഷ്ടപ്പെടുകയാണ്, എന്താണ് പണിയെടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിയായിട്ട് ഓടി നടക്കുകയാണ്. ഒരു സുപ്രഭാതത്തിലായിരിക്കും പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ പുരുഷന്മാർ തന്നെയാണ്. കാരണം കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് പുരുഷന്മാരിലാണ്.